ശ്രീ ടി എൻ പ്രതാപൻ എം പി, എന്തുകൊണ്ടാണ് സ്പീക്കറെ നിങ്ങൾ ലക്ഷ്യമിടുന്നത്? നിയമസഭയിലെ ധൂർത്തും അഴിമതിയും ആണ് എങ്കിൽ അത് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ്. നിയമസഭയിലും ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ എന്തുകൊണ്ട് അത് പൊടി തട്ടിയെടുത്ത് കുറേ രേഖകളുടെ സഹായത്തോടു കൂടി തുടർച്ചയായി സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നു? ഇതാണോ പ്രതിപക്ഷത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം? അഴിമതിയും ധൂർത്തും സ്പീക്കർ നടത്തി അതാരുടെ അറിവോടെയാണ്? ഇക്കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്ന ലക്ഷ്യമാണോ പ്രതിപക്ഷത്തിനുള്ളത്? അതോ അതിനേക്കാൾ അപ്പുറത്തായിട്ട് സ്വർണ്ണക്കടത്തിലെ സ്പീക്കറുടെ പങ്കാളിത്തം അത് തുറന്നു പറയാൻ പറ്റാവുന്ന തരത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അതിനപ്പുറം പറയാൻ ബുദ്ധിമുട്ടാണ്. ആ കാര്യങ്ങൾ പുറത്തു വരുന്നത് വരെ ഇതിവിടെ നിൽക്കട്ടെ, ഈ അഴിമതി ആരോപണവും ധൂർത്തും ഇവിടെ നിൽക്കട്ടെ, അതാണോ ഇപ്പോൾ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്? മഞ്ജുഷേ, പ്രതിപക്ഷം കേരളത്തിലെ അഴിമതിയെ സംബന്ധിച്ച് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ഗവൺമെൻറ് നടത്തി വന്നുകൊണ്ടിരുന്ന എല്ലാ തരത്തിലുമുള്ള അനീതികളും അഴിമതിയും പ്രതിപക്ഷം, പ്രത്യേകിച്ച് ശ്രീ രമേശ് ചെന്നിത്തല തെളിവുകൾ സഹിതം കഴിഞ്ഞ പക്ഷേ ഒരു 1.5 വർഷമായി കേരളീയ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ്. അത് മന്ത്രിമാർ നടത്തിയിട്ടുള്ള അഴിമതി, സർക്കാർ തീരുമാനമെടുക്കാതെ അഴിമതി, കള്ളക്കടത്തും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഇടപെടലും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്തത് പ്രതിപക്ഷം തന്നെയാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ. അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കൂടി ഒരു ഭാഗമാണ് നിയമസഭ, ഒരു സംശയവും വേണ്ട. ആർക്കാണോ കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കുന്നത്, ആ ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഏത് ചിഹ്നത്തിൽ മത്സരിച്ച് പാർട്ടി പ്രതിനിധിയായി വരുന്ന ആൾ തന്നെയാണ് നിയമസഭാ സ്പീക്കറായി വരുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് നിയമസഭയിലെ ചെലവുകളും കാര്യങ്ങളും അഴിമതിയും ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിക്കപ്പെടും. ഞങ്ങളിതൊരു ആരോപണമല്ല ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് ഉൾപ്പെടെ ഉന്നയിച്ചത് ആരോപണമല്ല, കൃത്യമായ വസ്തുതകളാണ്. ഞങ്ങൾക്കും സ്പീക്കർ സ്ഥാനം ഉന്നതമായ ഒരു ഭരണഘടനാ പദവിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കാരണവശാലും ആ ഭരണഘടനാ പദവി ഒരു ആരോപണ വിധേയമാകുന്നതിനോട് അങ്ങേയറ്റം ഞങ്ങൾക്കും പ്രയാസമുണ്ട്. കാരണം വിശുദ്ധമായി നിലനിൽക്കേണ്ടതാണ്. ഇതിൽ മുമ്പുണ്ടായിരുന്ന സ്പീക്കർമാർ, അത് പിന്നെ ഏറ്റവും അവസാനമുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ സ്പീക്കർമാർ ജി കാർത്തികേയൻ, തേറമ്പിൽ രാമകൃഷ്ണൻ, ശ്രീ വി എം സുധീരൻ, അങ്ങനെ തുടങ്ങി പി പി തങ്കച്ചൻ, കോൺഗ്രസിൻ്റെ ഇന്ന് പിന്നെ പിന്നിട്ട് പോയ സ്പീക്കർമാരും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തന്നെ ഉണ്ടായിരുന്ന പഴയ സ്പീക്കർമാരുടെ കാലത്തും സ്പീക്കർ പദവിയും നിയമസഭയും എല്ലാം എന്നും വിശദമായി വിവാദങ്ങൾക്ക് അതീതമായി ഇത്രയും പരത്തി പറയേണ്ട ആവശ്യമുണ്ടോ? സ്പീക്കറെ എന്തുകൊണ്ട് നിങ്ങൾ ലക്ഷ്യമിടുന്നു എന്നതിന് ഇത്രയും പരത്തി പറയേണ്ട ആവശ്യമുണ്ടോ? നിർമ്മാണ ജോലികൾ, നിയമസഭയിലെ നിർമ്മാണ ജോലികൾ സ്പീക്കർ തന്നിഷ്ടം പോലെ കൊടുത്തു, അത് കോടികളുടെ അഴിമതിയിലേക്കും ധൂർത്തിലേക്കുമാണ് വഴിവെച്ചതെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിനൊറ്റ വാക്കിൽ സ്പീക്കർ നൽകിയ മറുപടി ഇതെല്ലാം പ്രതിപക്ഷ അംഗങ്ങൾ കൂടി ഉൾപ്പെട്ട നിയമസഭാ സമിതിയുടെ മേൽനോട്ടത്തിൽ നടന്ന കാര്യമാണ് എന്ന് പറയുമ്പോൾ ഇതിനപ്പുറം എന്ത് അന്വേഷണം ഇവിടെ ഉണ്ടാകാൻ പോകുന്നുവെന്നാണ് നിങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്? ഒരന്വേഷണം ഉണ്ടാകുകയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ അതാണ് ആദ്യം ചോദിച്ചത്, എന്താണ് സ്പീക്കറെ ലക്ഷ്യം വെക്കുന്നതിലെ യഥാർത്ഥ ഉദ്ദേശ്യമെന്ന്. ഞാനത് പറയാം മഞ്ജുഷേ. ഞാൻ ആദ്യം ഇപ്പോൾ മഞ്ജുഷി ഈ പറഞ്ഞ സ്പീക്കർ പറഞ്ഞ കാര്യം മഞ്ജുഷി ഇവിടെ സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ആവർത്തിച്ച് പറഞ്ഞു, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിന് പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമിതി നിയമസഭയിലില്ല. ഞാൻ നിയമസഭയിൽ 15 വർഷം അംഗമായിരുന്ന ആളാണ്, വളരെ ചെറിയ പ്രായം മുതൽ. നിയമസഭയിൽ അങ്ങനെ അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിന് ഒരു സമിതി ഇല്ല, ഉറപ്പിച്ചു പറയുന്നു. 2, ഞങ്ങൾ എന്താ പറയുന്നത്, മഞ്ജുഷ് ഈ ചർച്ച തുടങ്ങുമ്പോൾ അവതരിപ്പിച്ച ആദ്യത്തെ അവതരണത്തിൽ തന്നെ പറഞ്ഞ പോലെ 2.25 കോടി രൂപ ചെലവഴിച്ച് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ഉത്സവം നടത്തി. ഏത് ഘട്ടത്തിലാണ് നടത്തിയെന്ന് ആർക്കണം. 2018 പ്രളയം വന്ന് കേരളം തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ 2019 ഫെബ്രുവരിയിലാണ് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി നടത്തിയത്. അതിന് 2.25 കോടി രൂപ ചെലവ് വന്നു. ആ 2.25 കോടി രൂപയ്ക്ക് 2 പരിപാടി 6 പരിപാടി പ്ലാൻ ചെയ്തിരുന്നു. ആകെ 2 പരിപാടി നടത്തിയിട്ടുള്ളൂ.
ആ 2 പരിപാടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പരാതിയും ആക്ഷേപമുണ്ട്. ആ പരാതിയാണ് ഞങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏത് തരത്തിൽ അന്വേഷിക്കുമെന്നുള്ളത് നിയമസഭാ സ്പീക്കറും നിയമസഭയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചെലവുകൾ അന്വേഷിക്കാൻ പിന്നെ നേരിട്ട് സംവിധാനമില്ല എന്ന് ആണ് ആക്ഷേപം. ഞങ്ങൾ അതുകൊണ്ടാണ് കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയുടെ ഒക്കെ തലവനായി നിൽക്കുന്ന ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മഞ്ജുഷ ഒരു കാര്യം കൂടി ഓർക്കണം, ഇത് പ്രേക്ഷകർ മാതൃഭൂമിയുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടതാണ്. 2018 നമുക്ക് പ്രളയം വന്ന് തകർന്ന് തരിപ്പണമായി നമ്മുടെ സാമൂഹ്യ വ്യക്തി കുടുംബ ജീവിതങ്ങളും എല്ലാം തകർന്നു പോയി. ലോകത്തിന് മുന്നിൽ നമ്മൾ കൈകാട്ടി നിൽക്കുകയാണ്. കൊച്ചു കുട്ടികൾ പോലും അവരുടെ പിന്നെ ചെറിയ മൺകുടുക്കയിൽ സൂക്ഷിച്ച നാണയത്തൊട്ട് പോലും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന കാലം. ഞങ്ങളൊക്കെ അന്നും MLA-മാരായിരുന്നു. ഞങ്ങളൊക്കെ മുൻ MLA-മാരുടെ പെൻഷൻ വരെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത ആളുകളാണ്. അങ്ങനെ കേരളം മുഴുവൻ ലോകത്തിന് മുന്നിൽ കൈ കാട്ടി നിൽക്കുമ്പോഴാണ് നമ്മൾ 2019 ഈ ഫെസ്റ്റിവൽ നടത്തിയത്. 2 പരിപാടിക്ക് 2.25 കോടി രൂപ.